പേടി എങ്ങനെയാ മാറാ കടലിന്റെ? എന്റെ കടലിന്റെ പേടി മാറിയത് എന്റെ സ്വിമ്മിങ് സ്കില്ല് ബെറ്റർ ആയപ്പോഴാണ് ആക്ച്വലി. അപ്പൊ പറ്റില്ല, പക്ഷെങ്കിൽ കടലിലായിട്ട് നീന്തൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് കാരണമാണ് എന്റെ പേടി പോയത്. ഫസ്റ്റ് ഞാൻ ആദ്യമൊക്കെ കഷ്ടപ്പെട്ട് നീന്തലൊക്കെ പഠിച്ച് സർഫ് ചെയ്യാൻ തുടങ്ങി. സർഫ് ചെയ്യുമ്പോൾ നമ്മളെ കടൽ കുറച്ച് സമയം വേവ് കുറച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഒരു സർഫ് അറ്റംപ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ വലിയ വേവ് ആണെങ്കിൽ കുറച്ച് സമയം അതിൻ്റെ അകത്തുണ്ടാവും, ഒരു ഫ്യൂ സെക്കൻഡ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു 10-20 സെക്കൻഡ്സ് ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സാധനമാണ് എൻ്റെ കടൽ വീണാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഫിയർ മാറ്റിയത്. ആ ഒരു ഫിയറിന് ശേഷമാണ് പിന്നെ രാത്രിയും സെയിലിംഗ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കെയർഫുള്ളായി കഴിഞ്ഞ് നാവിഗേറ്റ് ചെയ്യുകയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഒരു ഫിയർ എനിക്കൊന്ന് ഓരോ ടൈമിൽ ഞാൻ അച്ചീവ് ചെയ്തതാണ്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒരു ഒന്നും കാണാത്ത പിച്ച് ഡാർക്ക് കടലിനോടുള്ള പേടി എങ്ങനെ മാറും? അതിപ്പോഴും ഉണ്ട്. കടൽ അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. ഇത്രയും വാസ്റ്റ് ആയിട്ട് നമ്മുടെ ലോകത്ത് 70% കടലാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റാൻഡ് ആയാൽ തിരിച്ചെത്തുമെന്ന് പോലും ഉറപ്പില്ലല്ലോ. അപ്പം ചില പോയിന്റിൽ പേടി വരും. ദൂരേക്ക് നോക്കുമ്പോൾ എന്താ കാണാ? രാത്രി ഒന്നും കാണില്ല. ദൂരെ ഷിപ്പോ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നാവിഗേഷൻ്റെ ലൈറ്റ് മാത്രം ഇങ്ങനെ ചെറുതായിട്ട് കാണും. പക്ഷേങ്കിൽ അല്ലാതെ നല്ല മൂൺലൈറ്റ് ആണെങ്കിൽ അതൊരു വേറെ ഒരു സ്കൈ ആണ്. നല്ല മൂൺലൈറ്റ് ആണെങ്കിൽ ആ കടലിലെ വേവ്സും സെയിം സാധനം. പിന്നെ എല്ലാ ദിവസവും എല്ലാവരും ചോദിക്കും എൻ്റെ അടുത്ത്, നിങ്ങൾക്ക് എല്ലാം ഒരേ ദിവസം ഒരേ സൺസെറ്റ് സൺറൈസ് അല്ലേ, എന്താണ് ഇത് ബോറടിക്കുന്നത്? അല്ല, എനിക്ക് എല്ലാ ദിവസവും വേറെ വേറെ സൺസെറ്റാ. സൺസെറ്റും സൺറൈസസും എല്ലാ ദിവസവും സ്കൈ ഡിഫറെൻ്റ് ആണ്, ലൊക്കേഷൻ ഡിഫറെൻ്റ് ആണ്, വിസിബിലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പം എനിക്കത് കളേഴ്സ് ഡിഫറെൻ്റ് ആണ് സ്കൈയുടെ. കടലിൽ നിന്ന് ഒരു ദിവസം പിങ്ക് സ്കൈ ആണെങ്കിൽ ചില ദിവസം ഓറഞ്ച് സണ്ണൊക്കെ ആയിരിക്കും. അതായത് ഓരോ ദിവസം ഓരോരോ എക്സ്പീരിയൻസ്.